ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ ലോജിക്കിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ തന്നെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് വിച്ച് ഇസ് ഐദർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അത് രണ്ടും ഒരുമിച്ച് വരാനും പാടില്ല. അങ്ങനെയുള്ള സെൻറ്റൻസിനെയായിരുന്നു നമ്മൾ എന്ത് പറയുക? പ്രപ്പോസിഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ അതേപോലെ തന്നെ സിമ്പിൾ പ്രപ്പോസിഷനും കോമ്പൗണ്ട് പ്രപ്പോസിഷനും കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ പ്രപ്പോസിഷന് കോമ്പൗണ്ട് പ്രപ്പോസിഷനാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. അതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ കൺജങ്ഷൻ. കൺജങ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന സിമ്പിളാണ് ഇത്, ഈ സിമ്പിൾ. ഇതാണ് എന്ത്? കൺജങ്ഷൻ. ഓക്കെ, ഈ കൺജങ്ഷൻ എന്ന് പറയുന്നത് ആൻഡിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ ആൻഡ് എഴുതൂല്ലേ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇത് വരിക, കൺജങ്ഷൻ വരിക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പ്രപ്പോസിഷൻ എടുക്കുക. പി എന്നുള്ളത് 9 > 4, ക്യൂ എന്നുള്ളത് 5 + 4 = 9. നമ്മളടുത്ത് രണ്ട് പ്രപ്പോസിഷനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ രണ്ട് പ്രപ്പോസിഷൻ, ഈ ക്യൂ 9 > 4 എന്നുള്ളത് ഒരു പ്രപ്പോസിഷനാണ്. കാരണം എന്താണ്? ഇത് നമുക്കറിയാം ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ് വരുന്നത്? ടി ആണ് വരുന്നത്. ട്രൂത്ത് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? ഇത് ശരിയാണ്, 9 > 4 ആണ്. അപ്പോൾ നമുക്ക് ഇത് ട്രൂ ആണ്. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും? ടി വരും. ഓക്കെ, ഇവിടെ അതേപോലെ എന്താണ്? 5 + 4 = 9 ആണ്, അതും ട്രൂ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ടി ആണ് വരിക. ഓക്കെ, ഈ രണ്ട് പ്രപ്പോസിഷൻ നമ്മൾ ജോയിൻ ചെയ്യാണ്. അതായത് ഇത് രണ്ടും എന്താണ്? സിമ്പിൾ പ്രപ്പോസിഷനാണ്. അത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുക എങ്ങനെ? നൊട്ടേറ്റ് ചെയ്യുക എങ്ങനെയാണ്? പി കൺജങ്ഷൻ ക്യൂ. വായിക്കിയതാണ് പി കൺജങ്ഷൻ ക്യൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻറ്റൻസ് 9 > 4, അതിൻ്റെ കൂടെ ആരും കൂടി വരും? ആൻഡ് വരും. ഓക്കെ, കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻഡ് ആണ്. അപ്പോൾ 9 > 4 ആൻഡ് 5 + 4 = 9. ക്ലിയർ അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺജങ്ഷൻ എന്നുള്ളത് ഒരു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. എക്സ്പ്രസ് ചെയ്യുക എന്താണ്? ആൻഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷൻ 9 > 4, ക്യൂ എന്ന് പറയുന്നത് 5 + 4 = 9. അങ്ങനെയാണെങ്കിൽ പി കൺജങ്ഷൻ ക്യൂ എന്ത് വരും? ഇതിനെ ആൻഡ് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാമ്പിൾ, ഏത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നം വരുന്നില്ല. ഇവിടെ ഇപ്പോൾ പി എന്ന് പറയുന്നത് ദി എർത്ത് ഈസ് റൗണ്ട്. നമ്മൾ ആദ്യത്തെ പ്രപ്പോസിഷൻ എന്തായിട്ട് എടുക്കുക? പി ദി എർത്ത് ഈസ് റൗണ്ട്. ക്യൂ എന്നുള്ള പ്രപ്പോസിഷൻ എന്താണ്? നമുക്ക് ഏതും എടുക്കാം. ദി സൺ ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ പി എന്നുള്ളൊരു പ്രപ്പോസിഷൻ എടുത്തു. ദി എർത്ത് ഈസ് റൗണ്ട്. ക്യൂ എന്നുള്ളത് എന്താണ്? ദി സൺ ഈസ് കോൾഡ്. അപ്പം പി എന്നുള്ളത് ദി എർത്ത് ഈസ് റൗണ്ട് ആണ്. ഓക്കെ, ഇത് ഒരു പ്രപ്പോസിഷനാണ്. കാരണം നമുക്കിതിൻ്റെ ട്രൂത്ത് വാല്യൂ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ടി ആണ്, ട്രൂ ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും? നമ്മൾ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? ടി വരും. ഓക്കെ, അതേപോലെ ദി സൺ ഈസ് കോൾഡ്, അതെന്താണ്? ഒരു പ്രപ്പോസിഷനാണ്. കാരണം അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? എഫ് ആണ്, ഫോൾസ്. ക്ലിയർ അല്ലേ? അപ്പം ഇതിൻ്റെ പി കൺജങ്ഷൻ ക്യൂ എന്താ വായിക്കുക? പി കൺജങ്ഷൻ ക്യൂ. പി കൺജങ്ഷൻ ക്യൂ എന്ത് വരും? ദി എർത്ത് ഈസ് റൗണ്ട്. പിന്നെ ഏത് ലോജിക്കൽ ഓപ്പറേറ്റർ? ആൻഡ്. ദി എർത്ത് ഈസ് റൗണ്ട് ആൻഡ് അടുത്ത ഏത് വരും? ദി സൺ ഈസ് കോൾഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ആൻഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും?
ഇതിന് ഈ രണ്ട് പ്രപ്പോർഷൻ നമ്മൾ കമ്പൈൻ ചെയ്യും. ദി എർത്ത് ഈസ് റൗണ്ട് ആൻഡ് ദി സൺ ഈസ് കോൾഡ്. ഓക്കെ, ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ പറയാം. പി എന്ന് പറയുന്നത് 8 ഈസ് എ പ്രൈം നമ്പർ. ക്യൂ എന്ന് പറയുന്നത് 15 ഈസ് ആൻ ഓഡ് നമ്പർ. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് 8 ഈസ് എ പ്രൈം നമ്പർ. അതൊരു പ്രപ്പോർഷൻ ആണ്. കാരണം നമുക്കത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ 8 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? എഫ് ആണ് വരിക. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എന്നുള്ള പ്രപ്പോർഷൻ. ക്യൂ എന്നുള്ള പ്രപ്പോർഷൻ എന്താണ്? 15 ഈസ് ആൻ ഓഡ് നമ്പർ. 15 എന്താണ്? ഒരു ഓഡ് നമ്പർ. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും? ടി ആണ് വരിക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ കൺജങ്ഷൻ എഴുതുക. പി കൺജങ്ഷൻ ക്യൂ. പി കൺജങ്ഷൻ ക്യൂ എന്താ വരിക? 8 ഈസ് എ പ്രൈം നമ്പർ. അതിൻ്റെ കൂടെ ആരും കൂടി വരും? ആൻഡും കൂടി വരും. 8 ഈസ് എ പ്രൈം നമ്പർ ആൻഡ് 15 ഈസ് an odd number. 15 is an odd number. ക്ലിയർ അല്ലേ? ഇത് വായിക്കുക എന്താണ്? പി കൺജങ്ഷൻ ക്യൂ എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ 8 ഈസ് എ പ്രൈം നമ്പർ ആൻഡ് 15 ഈസ് an odd number. നെക്സ്റ്റ് ഫോർത്ത് വൺ. പി എന്ന് പറയുന്നത് ഡൽഹി ഈസ് ഇൻ നേപ്പാൾ. ക്യൂ എന്ന് പറയുന്നത് 15 + 11 = 10. അപ്പോൾ നമുക്ക് പി എന്ന് പറയുന്നത് എന്താണ്? ഡൽഹി ഈസ് ഇൻ നേപ്പാൾ. ഇതൊരു പ്രപ്പോർഷൻ ആണോ? ആണ്. കാരണം എന്താ? ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡൽഹി ഈസ് ഇൻ നേപ്പാൾ, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ഫോൾസ് ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 15 + 11 = 10. അപ്പോൾ ഇതും ഒരു പ്രപ്പോർഷനാണ്. ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? എഫ് ആണ് വരിക. ഓക്കെ, ഇതിനെ കൺജങ്ഷൻ വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? പി കൺജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ഡൽഹി ഈസ് ഇൻ നേപ്പാൾ, ഏതും കൂടി വരും? ആൻഡ് 15 + 11 = 10. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇത് കൺജങ്ഷൻ എന്നുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻഡാണ് വരിക. അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ 4 എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ എന്താണ്? ആദ്യത്തെ ട്രൂത്ത് വാല്യൂ ടി ആണ് വരുന്നത്. രണ്ടാമത്തെ ട്രൂത്ത് വാല്യൂ ടി ആണ്. അപ്പോൾ ഇപ്പോൾ ഈ കൺജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 9 > 4 ആൻഡ് 5 + 4 = 9. ഈ ഒരു മൊത്തം സെൻറ്റൻസും എന്താണ് വരുന്നത്? ഈ ഒരു സെൻറ്റൻസ് എന്താണ് വരുന്നത്? ടി ആണ് വരുന്നത്. കാരണം ഇതെന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ട്രൂ ആണ്, രണ്ടാമത്തെ സെൻറ്റൻസ് ഫോൾസ് ആണ്. ഇനി കൺജങ്ഷൻ എഴുതിയപ്പോൾ എന്ത് സംഭവിച്ചു? ദി എർത്ത് ഈസ് റൗണ്ട് ആൻഡ് ദി സൺ ഈസ് കോൾഡ്. ശരിയാണോ? ദി എർത്ത് ഈസ് റൗണ്ട് ആൻഡ് ദി സൺ ഈസ് കോൾഡ്. അപ്പോൾ ഈ പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ഫോൾസ് ആണ്. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമോ? ആൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എന്തായിപ്പോവും? ഫോൾസ് ആയിപ്പോവും. ക്ലിയർ? മൂന്നാമത്തത്, ആദ്യത്തെ എന്താണ്? ഫോൾസ് ആണ്, രണ്ടാമത്തെ ട്രൂ ആണ്. ഈ കൺജങ്ഷൻ കൊടുക്കുമ്പോൾ എന്താണ്? 8 ഈസ് എ പ്രൈം നമ്പർ ആൻഡ് 15 ഈസ് ആൻ ഓഡ് നമ്പർ. അതും എന്താണ്? ഫോൾസ് ആണ്. കാരണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ലാസ്റ്റ് വൺ, ഡൽഹി ഈസ് ഇൻ നേപ്പാൾ ആൻഡ് 15 + 11 = 10. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് തന്നെയാണ് വരിക? എഫ് ആണ് വരിക. അപ്പോൾ പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പം അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളിലേക്ക് നമ്മൾ കിടക്കാം. ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ
ട്രൂത്ത് ടേബിൾ പി മാർക്ക് ചെയ്യാം, ക്യൂ, പി കൺജങ്ഷൻ ക്യൂ. അപ്പോൾ ഇവിടെ എത്ര പോസിബിലിറ്റീസ് ആണ് വരിക? ഇവിടെ രണ്ടും ട്രൂ ആവാം അല്ലേ? രണ്ട് പ്രപ്പോർഷനാണ് പിയും ക്യൂവും, അത് രണ്ടും ട്രൂ ആവാം. അപ്പോൾ നമ്മളെ പി കൺജങ്ഷൻ ക്യൂ എന്താ വരിക? ട്രൂ. പിന്നെ അടുത്ത പോസിബിലിറ്റി ഏതാ? ഒന്ന് ട്രൂവും പി ട്രൂവും, രണ്ടാമത്തേത് ഫോൾസും. അപ്പോൾ നമ്മളെ ആൻസർ എന്താ വരുന്നത്? എഫ്. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിലിറ്റി ആദ്യത്തെ ഫോൾസും രണ്ടാമത്തെ ട്രൂവും വരും. അപ്പോൾ ആൻസർ എന്തായിട്ടാണ് വരിക? ഫോൾസ് ആയിട്ടാണ് വരിക. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ടും ഫോൾസ് വരുന്ന കേസിൽ നമ്മളെ ആൻസർ എന്ത് തന്നെ വരും? ഫോൾസ് ആണ് വരിക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺജങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, അപ്പം 4 പോസിബിലിറ്റീസാണ് വരിക: ടി ടി, ടി എഫ്, എഫ് ടി, എഫ് എഫ്. ഇത് നിങ്ങളൊന്ന് ഈ ഒരു ഓർഡർ നിങ്ങൾ കീപ്പ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടി ടി, ടി എഫ്, എഫ് ടി, എഫ് എഫ് ഈ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ മാർക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷമാണ് ഇത് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്ത, അപ്പോൾ കൺജങ്ഷൻ ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലോജിക്കൽ ഓപ്പറേറ്ററാണ് ഏത് വരിക? ഡിസ്ജങ്ഷൻ. അടുത്ത ലോജിക്കൽ ഓപ്പറേറ്ററാണ് ഏത്? ഡിസ്ജങ്ഷൻ. ഡിസ്ജങ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഡിസ്ജങ്ഷൻ ഡിനോട്ട് ചെയ്യുക, ബി എന്നുള്ളത്. അത് ഇംഗ്ലീഷിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതിനെയാണ്? ഓറിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ കൺജങ്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഏതും വരും? ഡിസ്ജങ്ഷൻ വരും. ഡിസ്ജങ്ഷൻ ഏതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഓറിനെയാണ് നമ്മൾ ഡിസ്ജങ്ഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പി എന്ന് പറയുന്നത് 5 + 8 = 13, Q എന്ന് പറയുന്നത് 13 ഈസ് ആൻ ഓഡ് 13 ഈസ് ആൻ ഓഡ് നമ്പർ. ഇപ്പോൾ രണ്ട് പ്രപ്പോർഷൻ തന്നിട്ടുണ്ട്. പി 5 + 8 = 13, Q എന്ന് പറയുന്നത് 13 ഈസ് ആൻ ഓഡ് നമ്പർ. ഇത് രണ്ടും എന്താണ്? പ്രപ്പോർഷനാണ്. കാരണം ഇത് 5 + 8 = 13, ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ Q എന്ന് പറയുന്നത് 13 ഈസ് ആൻ ഓഡ് നമ്പർ, അതും നമുക്കത് പ്രപ്പോർഷനാണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ടി ആണ്, ട്രൂ ആണ്. അതേപോലെ തന്നെ 13 ഈസ് ആൻ ഓഡ് നമ്പർ, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ടി ആണ് വരിക. ഓക്കെ, ഇനി അതിൻ്റെ ഡിസ്ജങ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പി ഡിസ്ജങ്ഷൻ ക്യൂ നമ്മളിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. പി ഡിസ്ജങ്ഷൻ ക്യൂ. പി ഡിസ്ജങ്ഷൻ ക്യൂ എന്താ വരിക? 5 + 8 = 13, ആരും കൂടി വരും? ഓർ 13 ഈസ് ആൻ ഓഡ് നമ്പർ. പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് 5 + 8 = 13 ഓർ 13 ഈസ് ആൻ ഓഡ് നമ്പർ. ഓറാണ്, ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ഓവറോൾ ട്രൂത്ത് വാല്യൂ എന്ത് വരും? ടി വരും. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എടുക്കുക. ലെറ്റ് പി എന്ന് പറയുന്നത് 5² = 25, Q എന്ന് പറയുന്നത് -1 ഈസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി എന്നുള്ളതാണ്. പി 5² = 25, അതൊരു പ്രപ്പോസിഷനാണ്. അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ടി വരും. അടുത്തത് Q എന്ന് പറയുന്നത് -1 ഈസ് എ നാച്ചുറൽ നമ്പർ. -1 നാച്ചുറൽ നമ്പർ ആണോ? അല്ല. കാരണം എന്താ? നാച്ചുറൽ നമ്പർ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 1 തൊട്ടിട്ടാണ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 എക്സെട്ര പോകുന്ന നമ്പറാണ് ഇത് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം Q = -1 ഈസ് എ നാച്ചുറൽ നമ്പർ, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ഫോൾസ്.
അപ്പം ഇതിന് ഡിസ്ജങ്ഷൻ വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യാം. അപ്പോൾ എന്താ വരിക, ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്, പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് എന്ത് വരും, 5 square is equal to 25 or -1 is a natural number. Okay, 5 square is equal to 25 or -1 is a natural number. അപ്പോൾ ഇതിൻ്റെ എന്ത് തന്നെയാണ് വരിക, ഏതെങ്കിലും ഒന്നെങ്കിലും ശരിയായാൽ മതി. ഇവിടെ 5 square is equal to 25 or -1 is a natural number. അപ്പോൾ ഒന്ന് ശരിയായുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും, ടി വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ പറയാം. ലെറ്റ് പി എന്ന് പറയുന്നത് 12 is a പ്രൈം നമ്പർ. ക്യൂ എന്ന് പറയുന്നത് New Delhi is the capital of India. രണ്ട് പ്രപ്പോസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. പി എന്ന് പറയുന്നത് 12 ഈസ് എ പ്രൈം നമ്പർ. ക്യൂ എന്ന് പറയുന്നത് ന്യൂ ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. രണ്ടും പ്രപ്പോസിഷനാണ്. ആദ്യത്തതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക, 12 പ്രൈം നമ്പർ ആണോ, അല്ല. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും, ഫാൾസ് വരും. ന്യൂ ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ന്യൂ ഡൽഹി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയുടെ ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക, ടി വരും. ഓക്കെ, ഇതിൻ്റെ പി ഡിസ്ജങ്ഷൻ ക്യൂ. പി ഡിസ്ജങ്ഷൻ ക്യൂ എന്താ വരിക, 12 ഈസ് എ പ്രൈം നമ്പർ. 12 ഈസ് എ പ്രൈം നമ്പർ എന്തും കൂടി ചേർക്കണം, ഓർ എന്ത് വരും, ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ നമുക്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ട്രൂത്ത് വാല്യൂ എന്താ വരിക, ട്രൂ വരും. ഓക്കെ, ഇനി നാലാമത്തെ ഒരു എക്സാമ്പിൾ എടുക്കാം. നാലാമത്തെ എക്സാമ്പിൾ, എന്ന് പറയുന്നത് there exists a natural number. There exists a natural number between 2 and 3. അടുത്തത് ക്യൂ എന്ന് പറയുന്നത് 2 cube is equal to 9. അപ്പോൾ നമ്മളെ കയ്യിൽ രണ്ട് പ്രപ്പോസിഷനാണുള്ളത്. there exists a natural number between 2 and 3. നെക്സ്റ്റ് ക്യൂ എന്ന് പറയുന്നത് 2 cube is equal to 9. ഓക്കെ, ആദ്യത്തതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക, ആദ്യത്തിൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആണോ എഫ് ആണോ. there exists a natural number between 2 and 3. 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഏത്, നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുമോ, ഇല്ല. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും, എഫ് ആണ് അതിൻ്റെ ട്രൂത്ത് വാല്യൂ വരിക. ഈ 2 cube is equal to 9. 2 cube എത്രയാണ്, 8 ആണ്, 9 ആണോ, അല്ല. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക, ഫോൾസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്ജങ്ഷൻ എന്തായിരുന്നു, ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, പി ഡിസ്ജങ്ഷൻ ക്യൂ. ഏത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക, ഓർ വെച്ചിട്ടാണ് ഡിസ്ജങ്ഷൻ ആകുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ത് വരും,
there exists a natural number between 2 and 3 or 2 cube equal to 9. ഓക്കെ, ഇവിടെ ഡിസ്ജങ്ഷൻ, ഇതാണ് സിമ്പിൾ. വായിക്കാൻ എന്താണ്? പി ഡിസ്ജങ്ഷൻ ക്യൂ. പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും? ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 2 and 3 ഓർ 2 ക്യൂബ് ഈക്വൽ ടു 9. അപ്പോൾ ഓർ എന്ന് പറയുമ്പോൾ എന്താ? ഏതെങ്കിലും ഒന്ന് ശരിയായാൽ നമ്മൾ ആൻസർ ശരിയാവും. ഇവിടെ ഏതെങ്കിലും രണ്ടും എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ഫോൾസ് ആണ് വരിക. ഓക്കെ, അപ്പം ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ട്രൂത്ത് ടേബിൾ ഫോർ പി ഡിസ്ജങ്ഷൻ ക്യൂ. പി ഡിസ്ജങ്ഷൻ ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇപ്പോൾ 2 പ്രൊപ്പോർഷനാണുള്ളത്. ഏതൊക്കെയാണ്? പി, ക്യൂ. പിന്നെ എന്ത് വരും? പി ഡിസ്ജങ്ഷൻ ക്യൂ. അപ്പോൾ 4 പോസിബിലിറ്റി: ടി, ടി, ടി എഫ്, എഫ് ടി, എഫ് എഫ്. ഓക്കെ, ഡിസ്ജങ്ഷൻ ആകുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ നമ്മൾ ആൻസർ എന്തായിട്ട് വരും? ട്രൂ ആയിട്ട് വരും. അത് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ എക്സാമ്പിൾ എന്താണ്? ആദ്യത്തെ രണ്ടും ട്രൂ ആണെങ്കിൽ നമ്മൾ ഫൈനൽ ആൻസർ എന്താ വന്നത്? ടി ആണ് വന്നത്. ഏതെങ്കിലും ഒന്ന്, ഇവിടെ ഒരു ട്രൂ ഒരു ഫോൾസ്, അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വന്നു? ട്രൂ വന്നു. ഇവിടെ ഒന്ന് ഫോൾസ് ഒന്ന് ട്രൂ, ഫൈനൽ ആൻസർ എന്ത് വന്നു? ട്രൂ വന്നു. ഇവിടെ രണ്ടും എന്തായിപ്പോയി? ഫോൾസ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ആൻസർ എന്താ വരിക? ഫോൾസ് ആണ് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒന്ന് തന്നെ ട്രൂ ആണെങ്കിൽ നമ്മൾ ഫൈനൽ ആൻസർ എന്ത് വരും? ട്രൂ വരും. അപ്പോൾ ഇവിടെ ട്രൂ ആണ്, ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ്. ലാസ്റ്റത്തെ എന്ത് വരും? ഫോൾസ് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? പി ഡിസ്ജങ്ഷൻ ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇത് വരിക. അപ്പോൾ 4 പോസിബിലിറ്റീസ്: ടി, ടി, ടി എഫ്, എഫ് ടി, എഫ് എഫ്. അതിൻ്റെ ഡിസ്ജങ്ഷൻ വാല്യൂസാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? കൺജങ്ഷൻ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടാണ്, ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് കൺജങ്ഷൻ ഡിനോട്ട് ചെയ്യുക. രണ്ടാമത്തേത് ഏതാണ് പറഞ്ഞത്? ഡിസ്ജങ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാ സിമ്പിൾ? ഇതാണ് ഡിസ്ജങ്ഷൻ്റെ സിമ്പിൾ. ഓക്കെ, അപ്പം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ മെയിനായിട്ട് വരുന്നതാണ് ഏതൊക്കെ? കൺജങ്ഷനും ഡിസ്ജങ്ഷനും. ഓക്കെ.